ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ അല്ല, ഇന്ന് ഞാനൊരു വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു 12 കിലോമീറ്റർ മാത്രം പോയാലുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയം, അപ്പോൾ അവിടേക്ക് പോയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഒരു വീഡിയോ എടുത്തു വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അതൊന്ന് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ നമ്മുടെ ചാനലിൽ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ മിസ്റ്റേക്കൊക്കെ ചിലപ്പോൾ ഈ വീഡിയോക്ക് ഉണ്ടാവും കേട്ടോ. അത് വ്ളോഗ് ചെയ്തിട്ട് അത്ര വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ. അപ്പം നമ്മൾ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ നിന്നുമാണ് നിലമ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കഷ്ടിച്ചൊരു 12 കിലോമീറ്ററേ ഉള്ളൂ തേക്ക് മ്യൂസിയത്തിലേക്ക്. ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ഗേറ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് അകത്തോട്ട് കയറാം. അപ്പോൾ ഇവിടെ കയറിയാൽ നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. അപ്പോൾ 50 രൂപയാണ് ഒരാൾക്ക്. വലിയവർക്ക് മാത്രം മതി, കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ, 150 രൂപയായി. പിന്നെ പാർക്കിങ്ങിന് വേറെ ഒരു 25 രൂപ അതും കൂടി കൊടുത്ത് ടോട്ടൽ 175 രൂപയായിട്ടുള്ളൂ. നമുക്ക് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ സ്ഥലവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ കുട്ടികൾക്കൊക്കെ നല്ലോണം അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കൂടുതലായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറുന്നതാണ്. ഈ കാണുന്നതാണ് തേക്ക് മ്യൂസിയം. അപ്പോൾ ഇവിടെയാണ് ഒരുപാട് സംഭവങ്ങൾ നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. ഞാനെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതൊരു തേക്കിൻ്റെ വേരുപടലാണ്. അത് നന്നായിട്ട് പോളിഷ് ചെയ്തിട്ട് വെച്ചതാണ്. കണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇവിടെ കുറച്ചൊരു ചെറിയതായിട്ടൊരു നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയറായിട്ട് കാണുന്നുണ്ടാവില്ല. തേക്കിൻ്റെ വേരുപടലാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ മെയിൻ എൻട്രൻസിൽ തന്നെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഒരുപാട് തേക്കിലുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. നല്ല ഭംഗിയിൽ ഇത് അറേഞ്ച് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വലിയ കുട്ടികൾക്കാണ്, ഇതൊക്കെ വലിയ പഠിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ ഒരുപാട് ഉപയോഗമാണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് കണ്ട് പഠിക്കാനുണ്ട്. എഴുതി വെച്ചിട്ടും കുറേ നോട്ട്സ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ ചെറിയ കുട്ടികളാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ റിസർച്ചൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഉപകാരമായിരിക്കും ഇവിടെ വന്നാൽ. ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ ഒരുപാട് നോട്ട്സൊക്കെ എല്ലാ ഭാഗത്തും എല്ലാത്തിനെ കുറിച്ചും നോട്ട്സൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് നോട്ട്സൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാ ഭാഗത്തും ഉണ്ട് ഇതുപോലെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ തേക്കിലുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല പരമ്പരാഗത ഉപയോഗങ്ങളിൽ തേക്ക് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ എഴുതി വെച്ച് ബോർഡുണ്ട്. എന്നിട്ട് നല്ല ഭംഗിയിൽ നല്ല തേക്കിലുണ്ടാക്കിയിട്ടുള്ള ഇതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടല്ലോ, ഇത് തേക്കിൻ്റെ സീഡാണ്. കണ്ടല്ലോ, തേക്കിൻ്റെ സീഡ് വെച്ചതാണ്. നല്ല വലിയൊരു സീഡാണ് കേട്ടോ, വലിയ തേക്കിൻ്റെതാവും. പിന്നെ ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട്, ബട്ടർഫ്ലൈസ്, പലതരത്തിലുള്ള ബട്ടർഫ്ലൈസ്. പിന്നെ അതിനെക്കുറിച്ച് നോട്ട്സ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പല തരത്തിൽ, പല ഷേപ്പിലുള്ളതും പല ഡിസൈനിലുള്ളതൊക്കെ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെ കണ്ടല്ലോ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് ഇതുപോലെ ഒരു തേക്ക് കൊണ്ട് ഡെക്കറേറ്റ് വെച്ചതുപോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേക്കിനെ കട്ട് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനുപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ പല ഷേപ്പിലുള്ള തേക്കിൻ്റെ സംഭവങ്ങൾ. പിന്നെ അതുപോലെ ഇത് കണ്ടല്ലോ, നല്ല ഭംഗിയുള്ളൊരു ഊഞ്ഞാലാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇനി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് മറ്റൊരാളെ കൂടി കാണാൻ കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് കണ്ടിട്ട് അവർ നോക്കി നിൽക്കുന്നതായിരുന്നു കുറേ സമയം. അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ ബാക്കിലോട്ട് പോയി. അപ്പോൾ ബാക്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവിടെ ചെറിയൊരു പാർക്കും ഉണ്ട്. അപ്പോൾ അത് അവർക്ക് അതിലേറെ ഇഷ്ടമായി. അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് സമാധാനമായതെന്ന് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടികളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല ബുഷായിട്ട് നല്ല പല തരത്തിലുള്ള പല രീതിയിൽ കട്ട് ചെയ്തിട്ട് പല ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ പറ്റുന്നവരൊക്കെ വന്നിട്ട് കാണണം, വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, എന്നിട്ട് വന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് ശരിക്കും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയതായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം അവർക്ക് കളിക്കാൻ വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കാണാനുള്ള മെയിനായിട്ടുള്ള കാഴ്ച. ഇത് അത്യാവശ്യം നല്ലോണം നമുക്ക് കാണാനുണ്ട്. കുറച്ച് സമയം നടന്ന് കാണാൻ തന്നെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഓർക്കിഡിൻ്റെ ഇതുണ്ട്, ഓർക്കിഡ് ഗൃഹം എന്ന് പറഞ്ഞിട്ട്. ഒരു ഓർക്കിഡിൻ്റെ പല വിധത്തിലുള്ള ഓർക്കിഡ്, ഒരു 100-150 വിധം ഓർക്കിഡ് ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ഓർക്കിഡ്, പല കളറിലും, പല ലീവ്സൊക്കെ പല ഷേപ്സിലുള്ളതും ഒക്കെയാണ്, പല വിധത്തിലാണ്, എല്ലാം വേറെ വേറെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മാത്രമായിട്ട് ചെറിയൊരു സ്ഥലം, ഒരു സ്പേസ് അതിനായിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇനി അങ്ങോട്ട് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്താൽ മതി, ഒന്നും പറയാനില്ല. അത്രക്കും ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടമാവും. ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അത്രക്കും ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ പറഞ്ഞാൽ അത്ര വലിയ ചെടികളോ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികളോ ഒന്നും അല്ല ഇവിടെ ഉള്ളത്. സാധാരണ ചെടികളാണ് ഉള്ളത്. പക്ഷേ അത് സെറ്റ് ചെയ്ത് വെച്ചതിലാണ് അതിൻ്റെ ഒരു ഭംഗി കിടക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഒരു പീക്കോക്കിൻ്റെ ഡിസൈനിൽ ചെയ്തിട്ടുള്ളതാണ്. ഒരു ബുഷ് ചെടിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് പീക്കോക്കിൻ്റെ ഡിസൈനിൽ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് വെച്ചതാണ്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് കുളങ്ങളുണ്ട്. ചെറിയ ചെറിയ കുളങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ആമ്പലും താമരയും ഒക്കെ ഉണ്ട് കേട്ടോ. പല തരത്തിലുള്ള ചെറിയ ചെറിയ ഷേപ്സിലുള്ള ചെറിയ ചെറിയ കുളങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ വാട്ടർ പ്ലാന്റ്സ് ആണ്. വിവിധ തരത്തിലുള്ള പല തരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ നെയിമും അവിടെ നോട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ട്. അതിൽ എല്ലാ തരം ഹെർബ്സിൻ്റെ ഗാർഡനാണ്. ഇത് കണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഒരു നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ചുറ്റുഭാഗവും കാണാൻ കഴിയും. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കേട്ടോ. ഈ ഹെർബൽ ഗാർഡനിൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹെർബ്സിൻ്റെ ഇതുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇത് വേറെ പല ഷേപ്സിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിൽ ഇപ്പോൾ ഇവരെത്തിയിട്ടുണ്ട്. ഇവർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെയായിരുന്നു ഇവിടെ കളിക്കാൻ. ഇപ്പോൾ അവരെത്തിയിട്ട് അവർ നല്ലപോലെ അത് ഇഷ്ടപ്പെട്ട് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളിക്കാനുള്ള ഇതുണ്ട് അവർക്ക്. അതിനുള്ള കളിക്കാൻ കുട്ടികൾക്ക് ഒരുപാടുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ട് വന്നാലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് അവിടെ ചിലവഴിച്ചിട്ട് പോവാം കേട്ടോ. അധികം പൈസയും വേണ്ടല്ലോ, വലിയവർക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. നല്ല കണ്ടല്ലോ, വലിയവർക്ക് എൻജോയ് ചെയ്യാനും ഉണ്ട്. ഇവിടെ കണ്ടല്ലോ, ഒരു കാറിൻ്റെ ഷേപ്പിലൊക്കെ ബുഷ് വെട്ടി ഉണ്ടാക്കിയിട്ട് അതിന് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസും ഇവിടെ ഉണ്ട് കേട്ടോ.
അപ്പോൾ കുറച്ച് സമയം കളിച്ചതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ തന്നെ മറ്റൊരു സൈഡിലേക്ക് പോയതാണ്. അപ്പോൾ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ എല്ലാ ഭാഗമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു മറ്റൊരു ഏരിയ ആണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഇവിടെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു പുലിയുടെ ഷേപ്പിലൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു കല്ലിൻ്റെ അടുത്തായിട്ടാണ് കണ്ടോ, ഇവിടെ ജസ്റ്റ് ചെറിയൊരു പുലിയുടെ ഷേപ്പിൽ അവർ ഉണ്ടാക്കിയിട്ട് അതൊന്ന് വെച്ചിട്ടുണ്ട് അവിടെ മുകളിലായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഒരുക്കാണ്. അപ്പോൾ ഇനി പോകുന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും എത്ര കണ്ടാലും നമുക്ക് വലിയവർക്ക് ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ, അത്രയ്ക്ക് നല്ല ഭംഗിയായതുകൊണ്ട്. അതന്നെ എന്നാൽ നല്ല അത്ര ക്വാളിറ്റിയില്ല, വലിയ ചെടികളൊന്നും അല്ല, നല്ല വില കൂടിയ ചെടികളൊന്നും അല്ല ഇവിടെ ഉള്ളത്, സാധാ ചെടികൾ വെച്ചിട്ടാണ്. പക്ഷേ അത് അത്രയും മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്ക് അത്രയും ഭംഗി തോന്നുന്നത് കേട്ടോ. ഈ ഇറങ്ങുന്ന വഴിയിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ രീതിയിലൊരു വാട്ടർഫാൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ കാറൊക്കെ എടുത്തിട്ട് നമ്മളിനി പോവുകയാണ്. ഇതിവിടെ ടൈം തീരാറായി, അതുകൊണ്ടാണ് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുന്നത്. വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ സമയം കേട്ടോ. ഞങ്ങൾ വന്നത് കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് സമയം നിന്നപ്പോഴേക്കും 5:30 ആയപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ. കുട്ടികൾക്ക് മതിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.